സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഒരു ദേശത്തിന്റെ കാവലായി ഭക്തമനസ്സിൽ ചൈതന്യവർഷം ചൊരിഞ്ഞു നിലനിൽക്കുന്ന കക്കട്ട് മൊയിലോത്ത് ശ്രീ പരദേവത ഭദ്രകാളി ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. മെയ് 1 മുതൽ 10 വരെയാണ് ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രം തന്ത്രരത്നം ബ്രഹ്മശ്രീ ഏറാഞ്ചേരി ഇല്ലത്ത് ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന പൂജാകർമ്മങ്ങൾക്കൊപ്പം യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ആയാടം കേശവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ചടങ്ങുകൾക്ക് മാറ്റേകുന്നു. മെയ് 1 കലവറ നിറയ്ക്കൽ, വിളംബര ഘോഷയാത്ര എന്നിവയും മെയ് 2 ഭാഗവത സപ്താഹ ഉദ്ഘാടന സഭയും ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണ പ്രഭാഷണവും നടന്നു. മെയ് 3 മുതൽ 9 വരെ യജ്ഞവേദിയിൽ എല്ലാ ദിവസവും സഹസ്രനാമവും സമൂഹ പ്രാർത്ഥനയും ഉണ്ടാകും. പഞ്ചദശോധ്യായ ശ്രീശുക ഉവാച ഐളസ്യ ചോർവശീ ഗർഭാൽഷടാസന്നാൽതസ്യ സത്യവതീം കന്യാമൃഗീഗോയ. നാടിന്റെ പേരുമായി വരെ ബന്ധമുള്ളതാണ് ക്ഷേത്രത്തിലെ ഐതിഹ്യമെന്ന് ക്ഷേത്രം ഭാരവാഹി KS പ്രവീൺ പറഞ്ഞു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അമ്പലമാണ്. ഒരുപാട് ഈ പ്രദേശത്തിൻ്റെ പേരുമായിട്ട് വരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മഹത്തായ ഒരു മഹാക്ഷേത്രമാണിത്. അതായത് പണ്ട് ഇവിടെ ഒരു ചീക്കോന്ന നമ്പ്യാർ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. അദ്ദേഹമാണ് ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു പേരിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ പ്രദേശത്തിന് ചീക്കോന്ന് എന്നുള്ള പേര് വരെ ഉണ്ടായിട്ടുള്ളത്. അത് കുറച്ച് ഒരു 5-8 കൊല്ലം മുമ്പാണ് ഇത് അമ്പലം നമ്മളൊരു പുനരുദ്ധാരണം നടത്തി ഇതൊരു ഇപ്പോൾ ഈ കാണുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നത്. മെയ് 10 ക്ഷേത്രം തന്ത്രി ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും കളമെഴുത്തും പാട്ടും നടക്കും. വർഷങ്ങൾക്ക് മുൻപ് ടിപ്പുവിന്റെ പടയോട്ടത്തിൽ നശിച്ച ക്ഷേത്രം ജനകീയ കൂട്ടായ്മയിൽ പുനരുദ്ധീകരിച്ച് നാടിന്റെ ഐശ്വര്യമായി ഉയർന്നു നിൽക്കുകയാണെന്ന് ക്ഷേത്രം തന്ത്രി ചാത്തൻകോടില്ലത്ത് പ്രദീപ് നമ്പൂതിരിപ്പാട് പറയുന്നു. മൊയിലോത്ത് ശ്രീ പരദേവത ഭദ്രകാളി ക്ഷേത്രം കക്കട്ടിൽ നിന്ന് 3 കിലോമീറ്റർ കൈവേലി റോഡിൽ കായക്കൂൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ്. വളരെ പണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടത്തിലും നശിച്ചു അങ്ങനെ കാട് പിടിച്ച് കിടന്ന ഈ ക്ഷേത്രം ജനകീയ കമ്മിറ്റിയുടെ ഒരു കൂട്ടായ്മയിൽ പുനരുദ്ധരിച്ച് വരികയാണ്. ഇവിടുത്തെ ക്ഷേത്ര ചൈതന്യം പരദേവതയും ഭദ്രകാളിയുമാണ്. വളരെ ചൈതന്യത്തോടുകൂടി കുടികൊള്ളുന്ന ഈ ക്ഷേത്രം നാട്ടുകാർക്കെല്ലാം എല്ലാവിധ ഐശ്വര്യവും ഒരുപാട് തടസ്സങ്ങൾ തീരാനും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉള്ള ക്ഷേത്രമാണ്. ഇവിടെ ഇപ്പോൾ ഭാഗവത സപ്താഹ യജ്ഞം 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നടക്കുന്നത്. നാമാവശേഷമായ ക്ഷേത്രം താമ്പൂല പ്രശ്നത്തിലും സ്വർണ്ണ പ്രശ്നത്തിലും തെളിഞ്ഞ അറിവിൽ നിന്നാണ് ജനകീയ കമ്മിറ്റി ഏറ്റെടുത്ത് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയതെന്ന് പ്രസിഡന്റ് ആയാടത്തിൽ രവീന്ദ്രൻ വ്യക്തമാക്കി. മൊയിലോത്ത് പരദേവതാ ക്ഷേത്രം കക്കട്ടിൽ നിന്നും കൈവേലി റോഡിൽ 4 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഇതൊരു ജനകീയ കമ്മിറ്റിയാണ് നടത്തുന്നത്. പണ്ടൊരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് തുടക്കം. ഇവിടെ അത് മൂടിപ്പോയി വെറ്റില പ്രശ്നം വെച്ച് അതിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ പണ്ടൊരു അമ്പലം ഇവിടെ ഉണ്ടായിരുന്നു, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പുനരുദ്ധരിക്കണം, അതിനുവേണ്ടി ഇവിടെ കിണറുണ്ട്, പഴയ കിണറുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ കിണറൊക്കെ ഉണ്ട്. അങ്ങനെ കുളമുണ്ട്, അതും തൊട്ട ബേഗൽ കുളമുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അതിനുശേഷം ഞങ്ങൾ സ്വർണ്ണ പ്രശ്നം വെക്കണം എന്ന് പറഞ്ഞു സ്വർണ്ണ പ്രശ്നം വെച്ച് അങ്ങനെയാണിത്. വളരെ ഗംഭീരമായിട്ട് ഇവിടെ സാധനമുണ്ട്. ബാബു മസ്റ്ററാണ് ക്ഷേത്രം സെക്രട്ടറി. ഭാഗവത സപ്താഹ യജ്ഞത്തിലും മറ്റ് വിശേഷാൽ ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കാളികളായി.